നിങ്ങളെ പണി വൃത്തിയായിട്ട് ചെയ്യുക. ലീഗിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മേൽത്തട്ടിൽ നിന്ന് സമസ്ത വിരുദ്ധ ആൾക്കാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരതക്കാട് പ്രവർത്തിക്കുക. ഇന്ന് വരെ സമസ്തന്റെ ഒരു പിരിവ്, പരതക്കാട് ബദരിയ മസ്ജിദിൽ സമസ്തന്റെ ഒരു പിരിവിന് ബക്കറ്റ് പിടിച്ചാത്തവരൊക്കെ ജബ്ബാർ ആർമിക്കും വേണ്ടി, ജബ്ബാർ നബിദിന റാലിക്കും വേണ്ടി, നളന്ദ നബിദിന റാലിക്കും വേണ്ടി പരതക്കാട് ബദരിയ മസ്ജിദിൽ ബക്കറ്റ് പിടിക്കുക. നിങ്ങളൊക്കെ എന്താ കാര്യം? ഇതൊക്കെ കണ്ണ് നോട്ടിട്ട് വിചാരിച്ചിരിക്കുക നിങ്ങൾ? ഇതൊന്നും നോട്ടിട്ട് വിചാരിച്ചിരിക്കുക നിങ്ങൾ? ഇതുവരെ സമസ്തന്റെ ഒരു ബക്കറ്റ് പോകാൻ പിടിച്ചിരുന്ന് ഞാൻ ഇതിനെ കണ്ടിട്ടില്ല. സമസ്തക്ക് വേണ്ടി, ലീഗിന് വേണ്ടി എല്ലാവരും സമസ്തക്ക് വേണ്ടി. അപ്പൊ എന്താ ഇത് കണ്ട് വിജയിപ്പിച്ചണം സ്വഹാബി കൂട്ടങ്ങളെ, നളന്തകളെ കണ്ട് വിജയിപ്പിച്ചെടുക്കണം. അതിനു വേണ്ടി ഇതുവരെ പട്ടിക്കാട് സമ്മേളനത്തിന്, പട്ടിക്കാട് 3 പ്രാവശ്യം ഇപ്രാവശ്യം പട്ടിക്കാട് സമ്മേളനത്തിന് പോയത് എന്താ? വാശി തീർക്കാൻ. അല്ല അള്ളാനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ പട്ടിക്കാട് ജാമിയ നൂരിനോടുള്ള സ്നേഹം കൊണ്ടല്ല, വാശി തീർക്കാൻ വേണ്ടി 3 പ്രാവശ്യം സമ്മേളനത്തിന്, മജ്‌ലിസുന്നൂറിന് വേറെ, പൊതുസമ്മേളനത്തിന് വേറെ, പിന്നെ അസ്കർ അലി ഫൈസിയെ പുറത്താക്കി തിരിച്ചെടുത്ത പുറത്താക്കിയതിന്റെ അവിടെ വിശദീകരണം നോക്കട്ടെ ഇനി, അതിന് വേറെ. ഇവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വിളിച്ച് നിങ്ങളൊക്കെ പോയി നിങ്ങൾ നടത്താൻ നിങ്ങൾ പറയുമ്പോൾ വോട്ട് കുത്തുക. എന്താ അത്? വോട്ട് മാറ്റാനുള്ള തന്നെ, മാറ്റേണ്ട സമയത്ത് വോട്ട് മാറ്റും. ഈ പാർട്ടിന്റെ ബൈലൊക്കെ അനുസരിച്ച് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ പോണെങ്കിൽ വോട്ട് മാറ്റുകയും ചെയ്യും. കാരണം അനർഹമായ കൈകളിൽ തന്നെയാണ് പാർട്ടി നിൽക്കുന്നത്. കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ ഫേസ്ബുക്കിൽ നമ്മളെ ലീഗിന്റെ, നമ്മുടെ പല പ്രമുഖരും, നമ്മളെ പരതകാട്ട പല പ്രമുഖരും കിട്ടുന്ന അവസരം മുഴുവൻ വാഫി സംവിധാനത്തിന് വേണ്ടി ഇതിനെ തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ആർക്കെതിരെയാണ് ആ ചോദ്യങ്ങൾ? വാഫി സംവിധാനത്തിന് കണ്ടാണ്ട് ഇതിനെ തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഇതിനെ തകർക്കേണ്ട ഏത് ജമാഅത്ത് ഇസ്ലാമിന്റെ കൂടെ കൂടുകൂടാ, ഏത് ജമാഅത്ത് ഇസ്ലാമിനെയും വെള്ള പൂശ. നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യങ്ങോട്ട് വന്നിട്ട് നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ ഇലാഹിയായ പ്രസ്ഥാനം, നിങ്ങൾ ആരെയും കബളിപ്പിക്കണേ? നിങ്ങൾ ആരെയും കബളിപ്പിക്കുക? നിങ്ങൾ വന്നിട്ട് ആവേശം കൊള്ളിച്ചു കൊടുത്തിട്ട് എല്ലാ പ്രാവശ്യവും ആവേശം കൊള്ളുന്ന കരുതികൾ കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഓല ഫേസ്ബുക്കും പേജും ഓല പ്രൊഫൈലൊക്കെ നിർത്തി നോക്കിയ സുപ്രഭാതം, ഇനി എന്റെ വീട്ടിൽ സുപ്രഭാതമില്ല, എല്ലാ കൊല്ലും പറയും. ഇനി എന്റെ വീട്ടിൽ സുപ്രഭാതമില്ല. നിർത്തിയിട്ട് ഇപ്പൊ 3 കൊല്ലായി. എന്നാലും ഇനി അടുത്ത കൊല്ലം പിന്നെ പറയൂ ഞാൻ നിർത്തി. ഈ മാതിരി എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത് വെച്ചാണ്ട് വരിക. ഒന്നെ വോട്ട് കിട്ടിയില്ല, അതുമല്ല രസം. ഇലക്ഷനെ തലേന്ന് പോലും വിലയിരുത്തിയതാണ്. ഷജറ വോട്ട് മാറ്റിയാലും ഏകദേശം 40-50 വോട്ടിന് ജയിക്കും. 80 എന്റെ കണക്ക്. 50 വോട്ടിന് നമ്മൾ ജയിക്കും. ഷജറ വോട്ട് അങ്ങോട്ട് മാറ്റി പിടിച്ചാലും നിങ്ങൾ 4 മരക്കുറ്റി ഇവിടെ ഉള്ളൂ കരുതിയോ? 4 മരക്കുറ്റി ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കേനി. അവർ വാർഡ് മറച്ചാൽ മാത്രമൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ കാര്യങ്ങൾ നമ്മൾക്ക് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നിലക്കേണ്ട പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഈ സമുദായത്തിന്റെ ഉന്നമതിക്ക് വേണ്ടി മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമെന്ന് അഭിപ്രായമുള്ളവർ തന്നെയാണ് സജ്ജനങ്ങളും. അത് മനസ്സിലാക്കിക്കോളി. അതുകൊണ്ടാണ് കബീർ ഇവിടെ ജയിച്ചത്, അതുകൊണ്ടാണ് സജിനി ഇവിടെ ജയിച്ചത്. നവാസെ തോറ്റിട്ടുള്ളൂ. നവാസല്ല തോറ്റത്, ഫോക്കസേ തോറ്റിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കണേ. നവാസ് തോറ്റെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കണില്ല. ഫോക്കസ് തോറ്റു. ഫോക്കസ് ഈ കോലത്തിലാണ് പോണെങ്കിൽ ഷിഹാബ് മാഷ് മാത്രമല്ല, ഇവിടെ പല ആൾക്കാരും ഈ ഷജറ എന്ന് പറയാണ്ട് പേര് കുറ്റാണ്ട് തങ്ങൾക്കെതിരെയും പിന്നെ ഇതിന് ഖതീബിനെതിരെയും വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, വളരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതൊരു ഇടക്കാട് ഷിഹാബ് മാഷ് മാത്രമല്ല, കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് പോയി പഠിക്ക്. NC ഉമറൊക്കെ നമ്മുടെ അഭിമന്യ പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കിയാണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നാണല്ലോ NC ഉമറിന് പിന്നെ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് മറ്റേ നായി ഒപ്പം കൂടിയത്. എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പറയാം. ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് പറയാം. ഇതൊന്നും ഞങ്ങൾ എന്റെ ഒപ്പീനിയൻ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഒരു പരാജയം വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു 2 വോട്ടിന്റെ ചെറിയൊരു പരാജയം വന്ന് ഈ 510 വോട്ടിൽ എന്റെ വോട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും? എന്റെ വോട്ടിൽ ഇല്ലാന്ന് എങ്ങനെ മനസ്സിലാവും? എനിക്ക് മനസ്സിലാണില്ല. ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട. പരാജയത്തിന്റെ കാരണം മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം പറ്റുമെങ്കിൽ. അതല്ല നിങ്ങൾ കുറ്റപ്പെടുത്തിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് 510 മതി, ഞാൻ 510 ഈ 5 കൊല്ലം ഞങ്ങൾ കൊട്ടയിലാക്കി തലയിലാക്കി ഇങ്ങനെ നടന്നോളാം. അതാണ് നിങ്ങൾ ഞങ്ങളുടെ ഉദ്ദേശം. മറ്റുള്ളവരെ ഞങ്ങൾ പാഠം പഠിപ്പിച്ചോളാം. റിലീഫ് തരുന്നില്ല, റോഡ് തരുന്നില്ല, പാലം തരുന്നില്ല, അങ്ങോട്ട് നടക്കാൻ നിങ്ങൾക്ക് എത്രയേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് ഒന്നും ഇനി സംഭവിക്കാനില്ല. നിങ്ങൾ ആ 510 ഇങ്ങനെ മറ്റേ കൊട്ടയിലും വെച്ചിട്ട് അങ്ങനെ നടക്കി. ഞാൻ 510 നിങ്ങൾ തിന്നുന്നുള്ള എന്താ തെളിവ്? ഈ കഴിഞ്ഞ പ്രാവശ്യം ചെറിയാപ്പാജി ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ കൊടന്റെ കൂടെ നിന്നവരിപ്പോൾ നിങ്ങൾ കൂടെ ഇല്ലേ? അതിന്റെ ഓല പറ്റുമപ്പോ? അപ്പൊ ഈ അടുത്ത ഇലക്ഷനിൽ ഈ പ്രാവശ്യം മാറിയോലും മറ്റോ അടുത്ത ഇലക്ഷനിൽ ഉണ്ടായിക്കോളൂ. അതൊക്കെ അങ്ങനെ കണ്ടാൽ മതി.
എന്നിട്ട് പരസ്പരം പൈചാരുന്ന അവന്റെ പാസ്റ്റ് പരിശോധിക്കുന്ന, അവന്റെ ഫ്യൂച്ചർ പരിശോധിക്കുന്ന, അവനെ ഞങ്ങൾ കാട്ടിക്കൊടുത്ത് ഓന്ന് ഇറങ്ങട്ടെ. എന്തിന് എൻസി ഉമ്മറിന്റെ ഭാഗത്തു നിന്നൊക്കെ അവന്റെ കച്ചവടം വരെ, അവന്റെ റിസ്കിനെ വരെ നിങ്ങൾ ബാധിക്കുന്ന വർത്തമാനം പറയുന്നത്. അവന്റെ കച്ചവടം പൂട്ടിക്കണം. നിങ്ങൾ പൂട്ടിച്ച പടച്ചോനാണ്, റാജിക്കും റസാഖും ഒക്കെ പടച്ചോനാണ്, മനസ്സിലായിക്കോട്ടി. നിങ്ങൾ ഒരാളെ വായ മൂടി കെട്ടി നിങ്ങൾ ഏതെങ്കിലും തടഞ്ഞു ചോദിച്ചാൽ അവന്റെ റിസ്ക് ഇല്ലാതാവുന്നില്ല. അവന്റെ റിസ്ക് ഇല്ലാതാവുമെന്ന് കരുതി ഞങ്ങള്. ഇനി അവന്റെ വീട്ടിൽ നിന്ന് ഇനിയിപ്പോ അവന്റെ വോട്ട് കിട്ടില്ല എന്ന് പേടിക്കുക. ഒരു വോട്ട് കിട്ടില്ല, 2 വോട്ട് ലീഗിന് കിട്ടിയെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടോ? എന്നിട്ടാണ് നിങ്ങൾ സംഘടിച്ച് ലീഗിന്റെ കൊടിയും പിടിച്ചിട്ട് അവനെ അങ്ങോട്ട് ഇല്ലാതാക്കി. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കി, അതിൽ മുസ്ലിം ലീഗ് എന്താണെന്ന് ശരിക്കും പഠിക്ക്. ഈ രാഷ്ട്രീയം കൊണ്ട് മുസ്ലിം ലീഗിന് എന്ത് നേട്ടമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ ഈ വ്യക്തി അധിക്ഷേപങ്ങളും നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ ആക്രാന്തങ്ങളും പിന്നെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ ഇതുകൊണ്ട് എന്ത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കി തന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കാം. ലീഗ്, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഒരു സ്ഥലത്ത് പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, അത്രയും കോട്ടയായി നിൽക്കുന്ന സ്ഥലത്ത് എന്ത് പരാജയപ്പെടുത്തുക, അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, ഞമ്മക്കും അറിയാം. എന്താന്നുള്ളത് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്ക് നിങ്ങളും അറിയായിട്ടല്ല. എന്നിട്ട് നിങ്ങൾ മുനാഫിക്ക് പട്ട ഇട്ടിട്ട് ഇറങ്ങിയൊക്കെ പോകും. നിങ്ങളുടെ മുനാഫിക്ക് പട്ടം അത് കേട്ട അപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് ഇവിടെ തകർന്ന് ഒലിച്ചു പോകുന്നു വരും ഞങ്ങള്. പിന്നെ നിങ്ങൾ ലീഗിൽ നിന്ന് ഞങ്ങളെ വരണ്ടി കളി, ഒന്നുകൊന്ന് വരണ്ടി കളി അത് കാണണല്ലോ. നിങ്ങൾ ലീഗിൽ നിന്ന് വരണ്ടി കളഞ്ഞാളും. ഇത് കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിലിന്റെ പാർട്ടിയെ ഞങ്ങൾക്ക് പഠിപ്പിച്ചേരണ്ട. ഞങ്ങള് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പാർട്ടിയെ ഞങ്ങൾക്ക് പഠിപ്പിച്ചേരണ്ട. അതിന് നേരും നെറിയുണ്ട്. അല്ലാതെ ഒരു വിജയിച്ചതിന്റെ പിന്നെ അതിന് ശേഷം പിന്നെ അനിസ്ലാമികമായ പരിപാടികൾ മാത്രമായിട്ട് മുന്നോട്ട് പോണ ഒരു പാർട്ടി അല്ലത്. പിന്നെ നിങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം കൂടാനുള്ളതല്ല ഈ പ്രസ്ഥാനം. നിങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം ഫോക്കസ് ആയിട്ട് കൂടാനുള്ളതല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഗ്രൂപ്പിൽ നിന്ന് തട്ടുക, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മറ്റേ തട്ടുക, നിങ്ങൾക്ക് തോന്നുമ്പോൾ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ ചർച്ച ചെയ്ത് അതിലുള്ള തീരുമാനം ഇതിൽ അടിച്ചേൽപ്പിക്കുക. പിന്നെ ഏതോ പിന്നെ ആലുവക്കാരുടെയും ആദർശേരിക്കാരുടെയും ഒക്കെ നിയമങ്ങൾ ഇതിൽ കൊണ്ടുപോയി പാസ്സാക്കിയ ലീഗിൽ. അതൊന്നും നടക്കണ കാര്യമല്ല. ഇത് മുസ്ലിം ലീഗാണ്. സമസ്ത പുറന്തള്ളിയ കുറെ മാലിന്യങ്ങളുടെ സംസ്കാരങ്ങൾ ഇത് മുസ്ലിം ലീഗിന്റെ വേദി ഉപയോഗിച്ചിട്ട് ഇതിൽ കൊണ്ടുവന്ന് പാസ്സാക്കുക. അതാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് എന്താ നിങ്ങളാരും ഞങ്ങൾക്ക് പഠിപ്പിച്ചണ്ട. ഇപ്പം പൊട്ടിമുറപ്പിച്ച വോട്ട് പോലും ഇല്ലാത്ത ചെറുക്കന്മാരുണ്ടല്ലോ, അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചണ്ട മുസ്ലിം ലീഗ്. ഞങ്ങൾക്ക് അറിയാം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. അത് വ്യക്തമായി ഞങ്ങൾക്ക് അതിനുള്ള അറിവും അതിനുള്ള കാര്യശേഷിയും ഞങ്ങൾക്ക് ഉണ്ട്. തോറ്റിണെങ്കിൽ ആ തോൽവിയുടെ കാരണം മനസ്സിലാക്കി ആ കാരണം തിരുത്തിയിട്ട് പാർട്ടി പിന്നീടുള്ള ഇലക്ഷൻ വരുമ്പോൾ അതിശക്തമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോവുക. അതാ ചെയ്യണ്ടേ. നിങ്ങളിങ്ങനെ വന്നിട്ട് അവനെ ഞങ്ങൾ കാട്ടിക്കൊടുക്കുക, ഇവനെ ഞങ്ങൾ കാട്ടിക്കൊടുക്കുക, അവന്റെ കള്ള താടി മറ്റവന് മൊല്ല മറ്റേ കുറെ മുനാഫിക് ആക്കണ, കുറെ കാഫിറാക്കണ നിങ്ങളാണല്ലോ. അതെല്ലാം ഒരു മുനാഫിക്കല്ലാത്തൊരു ആളെ നീ മുനാഫിക് ആക്കിയെങ്കിൽ നീയാണ് മുനാഫിക്ക്. അത് മനസ്സിലായിക്കോ. പിന്നെ ഗ്രൂപ്പിൽ നിന്ന് വോട്ട് ചോദിച്ചു മറ്റുള്ള ഗ്രൂപ്പിലുള്ള വോയിസ് ഒക്കെ നമ്മളെ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് ഇട്ടിട്ട് ഇത് കണ്ടുവച്ച് അതും ചോർത്തന്നെ, അതും മുനാഫിക്കിന് പണിയല്ലേ. അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. നവാസല്ല തോറ്റത്, നവാസിനെ നിയന്ത്രിക്കുന്ന ഒരു കൊക്കകളാ തോറ്റത് ഭരതകാട്. നവാസിനെ നിയന്ത്രിക്കുന്ന തികച്ചും ഉള്ളില് ഒരു തരം ഇതുമായിട്ട് നടക്കുന്ന, ഒരു തരം ദുഷിച്ച ചിന്തകളുമായിട്ട് നടക്കുന്ന കുറച്ച് കൊക്കകൾ തോറ്റിട്ടുണ്ട്. ആ കൊക്കകൾ തന്നെയാണ് ഭരതകാട് സുപ്രഭാതം മുടക്കാൻ കഴിഞ്ഞ്. ആ കൊക്കകൾ തന്നെയാണ് മദ്രാസ് കമ്മിറ്റിയിൽ വലിയ ഇറച്ചി വന്നു കഴിഞ്ഞ് ഭരത കമ്മിറ്റിയിൽ നിന്ന് ആളെ പുറത്താക്കാൻ. ആ കൊക്കകൾ തന്നെയാണ് എടവണ്ണപ്പാറ ജബ്ബാർ ആർമിന്റെ നബിദിന റാലി വിജയിപ്പിക്കാൻ ഇവിടുന്ന് പോയി. ആ കൊക്കകൾ തന്നെയാണ് മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നത്. അത് തന്നെയാണ് ഭരതകാലത്തെ പരാജയത്തിന്റെ കാരണം. നവാസ് എന്ന പൊന്നുമോന് ഒരു റോളും ഇല്ല. ആ കൊക്കകൾ, ആ വലയം വെക്കുന്ന ആ കൊക്കകൾ തന്നെയാണ് ഇതിന്റെ മൊത്തം നിയന്ത്രണം അങ്ങോട്ട് ഏറ്റെടുത്ത് അങ്ങോട്ട് വലിയ കോളിൽ ഇറങ്ങിയാൽ വലിയ ചാണക്യ ബുദ്ധി സമയം ബാക്കിയുള്ളവരൊന്നും വേണ്ട, ബാക്കിയുള്ളവരൊന്നും ചർച്ച ചെയ്യണ്ട, ബാക്കിയുള്ളവരൊന്നും ഒന്നും നമ്മൾ കാര്യങ്ങളൊന്നും പറയണ്ട, നമ്മളെന്നെ നിയന്ത്രണം നിലക്ക് വലിയ ചാണക്യന്മാരാവാൻ പോയതാ. ആ ചാണക്യന്മാർ തൽക്കാലം അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. കുത്ത് എല്ലാവർക്കും കിട്ടും കാസിമോ. പടച്ചവന്റെ അടുത്ത് കുത്ത് എല്ലാവർക്കും കിട്ടും. കുത്ത് ഒരു വിഭാഗത്തെ മാറ്റി ഒരു വിഭാഗത്തിന് മാത്രമല്ല കുത്ത് തന്നെ. നിങ്ങൾ ഈ പറയുന്ന തോന്നിവാസങ്ങളുണ്ടല്ലോ, ഈ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഗ്രൂപ്പൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ കാണിക്കുന്ന ഈ തോന്നിവാസങ്ങളുണ്ടല്ലോ, അതിനൊക്കെ നല്ലോണം കിട്ടും കുത്ത്. അതൊക്കെ മറ്റവർക്ക് നന്മകൾ അധികരിക്കും. അവർ കൂടുതൽ നന്മ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇപ്പൊ ഉവൈസിനെ പോലത്തെ ആൾക്കാർക്ക് വലിയ കുറെ നന്മ ചെയ്യണ്ടേ, പറയുന്നത് തന്നെ മതിയാവും.
ജനാധിപത്യ ഇന്ത്യയിൽ ആർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഞാൻ അവന് ചെയ്തു ഇവന് ചെയ്തു എന്നല്ല പറയുന്നത്. ആർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ജനാധിപത്യ ഇന്ത്യയിലുണ്ട്. അത് അവന്റെ സ്വന്തം താല്പര്യമാണ്, അവന്റെ സ്വന്തം താല്പര്യം. അതിനാണ് ജനാധിപത്യം. മാറാനും മാറ്റി ചെയ്യാനും തിരുത്താനും തിരുത്തപ്പെടേണ്ടതാണ് ജനാധിപത്യം തന്നെ. അതിനാണ് വോട്ട് എന്ന് പറഞ്ഞത്. അതിനാണ് മറ വെച്ച് വോട്ട് കൊടുത്തത്, ഒരാളിന് കാണണ്ടെന്ന് കരുതിയിട്ട്. അത് അവരുടെ ഇഷ്ടമാണ്. ഭരതകാട് മുസ്ലിം ലീഗ് കമ്മിറ്റി തോറ്റു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഭരതകാട് മുസ്ലിം ലീഗ് കബീർ മുതുവറമ്പ് ബ്ലോക്ക് മത്സരിച്ചിട്ട് നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുകയാണ്. അതിന്റെ ആഘോഷം എങ്ങനെ നടത്തണം എന്ന് ചിന്തിക്കുന്നതിന് പകരം അതുപോലെ തന്നെ സജിനി എന്ന് പറഞ്ഞ ആ മഹിള, അതും നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുകയാണ് ഭരതകാട്. അതിന്റെ ആഘോഷവും രണ്ട് സ്ഥാനാർത്ഥികൾ ജയിച്ചതിൽ ആഘോഷങ്ങളോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം ഇങ്ങനെ വ്യക്തി അധിക്ഷേപങ്ങളും ഓരോ വ്യക്തികളെ ഇട്ടിട്ട് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന ഇത് കൂടുതൽ പാർട്ടിക്ക് ക്ഷീണം വരുള്ളൂ. നിങ്ങൾ പറയുന്ന മുനാഫിക്ക്, കാഫിർ, കുഫിർ, മറ്റ് നിങ്ങളങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് കയറ്റുന്നുണ്ടല്ലോ. ഒന്നാന്തരം ലീഗുകാരാ. ഇനി അവരുടെ വീട്ടിൽ നിന്നും 2 വോട്ട് കോണിക്ക തന്നെയാണ് കിട്ടിയത്. നിങ്ങൾ പറയുന്ന ആൾക്കാരുടെ വീട്ടിൽ നിന്നും 2 വോട്ട് കോണിക്കയാണ് കിട്ടിയത്. ആ 2 വോട്ടിന്റെ നന്ദി പോലും ഇല്ലാതെ ഒരൊറ്റ വോട്ടിന്റെ അവന്റെ ജനാധിപത്യം വിനിയോഗിച്ചതിന് കാലങ്ങളായി അവന്റെ കുടുംബത്തെയും വല്യാപ്പാനെയും എല്ലാവരെയും കുളം തോടുന്ന നിങ്ങളുടെ ഈ പ്രവണത ഉണ്ടോ? അതൊന്നും കായിക മില്ലത്തിന്റെ ലീഗിന് ചേർന്നതല്ല, അത് ബാപ്പയ്ക്ക് തങ്ങളെ ലീഗിന് ചേർന്നതല്ല. അത് മനസ്സിലാക്കി. ഇനി മാറ്റി കുത്തിന്ന് തന്നെ കൂട്ടിക്കോ, ഒരു ലീഗുകാരൻ മാറ്റി കുത്തിന്ന് തന്നെ കൂട്ടിക്കോ. ആ മാറ്റി കുത്തിയ ലീഗുകാരൻ 2 വോട്ട് ഇപ്പോഴും ലീഗിനാ ചെയ്തത്, മനസ്സിലാക്കി. അതൊന്നും നിങ്ങളെ വിഷയമല്ല. നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയം അറിയാം, കുറെ ഇളകാനറിയാന്നുള്ളത്. പിന്നെ ആ മാറ്റി കുത്തിയതിന്റെ കാരണം എന്താന്ന് മനസ്സിലാക്കുക. ആ കാരണം മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നങ്ങൾ തീർത്തിട്ട് അടുത്ത പ്രാവശ്യം ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകുന്നതിന് പകരം നിങ്ങൾ ചെയ്തു കൂട്ടുന്ന നെറികേടുകൾ എന്താ? ഓരോ വീട്ടിലുള്ള അവന്റെ താടിയെയും അവന്റെ ഒരു മനുഷ്യനിട്ടിട്ട് എന്തെല്ലാം നിങ്ങൾ അവഹേളിക്കുന്നത്. അതിനൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല. അവന്റെ താടി, കള്ളത്താടി, അവന്റെ ബാപ്പ മൊല്ല എന്തെല്ലാം നിങ്ങൾ അവന്റെ വീട്ടിലെ കാറിന്റെ ടയർ വരെ നിങ്ങൾ കാറ്റുവെച്ച്. കണ്ണൂരിലെ CPM-ഉം ഭരതകാട്ടെ ലീഗും തമ്മിൽ എന്താ മാറ്റം? നമ്മൾ അറിയാതെ ചോദിച്ചു പോവാ. ഞാനൊക്കെ ലീഗുകാരനാണ്, ഇപ്പോഴും ലീഗാണ്. നിങ്ങളെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. ഞങ്ങൾ നല്ല ഒന്നാന്തരം മുസ്ലിം ലീഗാണ്. മരണം വരെ അങ്ങനെ തന്നെ. വേറൊരു കോടി നമ്മളെ കയ്യിൽ പിടിച്ചാൽ ഞങ്ങൾ ഇതുവരെ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങൾ വേറൊരു കോടി പിടിച്ചാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നെറികേടുകൾക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കും.